അസ്സലാമലൈക്കും, എല്ലാവർക്കും ഷിസാസ് കുക്ക് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു സിമ്പിൾ സാൻഡ്വിച്ചിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു വെജിറ്റബിൾ സാൻഡ്വിച്ചാണെന്ന് തയ്യാറാക്കുന്നത്. ഡിന്നറിനോ ബ്രേക്ക്ഫാസ്റ്റിനോ ഒക്കെ നമുക്ക് തയ്യാറാക്കി കഴിക്കാൻ പറ്റിയ ഒരു ടേസ്റ്റി സാൻഡ്വിച്ചാണിത്. ആദ്യമായിട്ട് ഞാനൊരു ബൗൾ എടുത്തതിന് ശേഷം അതിലോട്ട് ഒരു ചെറിയ ക്യാരറ്റ് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു ചെറിയ പീസ് ക്യാപ്സിക്കമാണ് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നത്. അടുത്തതായിട്ട് ഒരു ചെറിയ തക്കാളി കട്ട് ചെയ്തിട്ട് കൊടുക്കാം. അതിനുശേഷം ഇനി ഞാൻ എടുത്തിട്ടുള്ളത് ക്യാബേജാണ്. ഒരു ചെറിയ പീസ് ക്യാബേജും കൂടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. നമുക്ക് കുക്കുംബർ ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഞാൻ 2 ടേബിൾ സ്പൂൺ മയോണൈസാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഒരു 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് കൂടി ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുക്കാം. ഒരു പിഞ്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് നമുക്ക് നോക്കിയതിന് ശേഷം വേണം, പോരാന്നുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാവുന്നതാണ്. മയോണൈസിൽ ഓൾറെഡി എന്തായാലും ഉപ്പുണ്ടാവും. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അതിനുശേഷം ഞാനിവിടെ ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സ്ലൈഡെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ സാധാ ബ്രെഡാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. നമുക്ക് സാൻഡ്വിച്ച് ബ്രെഡ് എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. ഇതിലോട്ട് നമുക്ക് ബട്ടറോ ടൊമാറ്റോ സോസോ എന്ത് വേണമെങ്കിലും പുരട്ടി കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ടൊമാറ്റോ സോസാണ് പുരട്ടി കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ഈ കൂട്ട് അതിലോട്ട് വെച്ച് കൊടുക്കാം. വേറൊരു ബ്രെഡ് എടുത്തതിന് ശേഷം അതിലോട്ടും കൂടി ഈ സോസ് നമുക്ക് പുരട്ടി കൊടുക്കാം. എന്നിട്ട് മറ്റേ ബ്രെഡിൻ്റെ പുറത്തായിട്ട് വെച്ച് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. നമ്മുടെ സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്ത് കഴിക്കാവുന്നതാണ്. വേണമെങ്കിൽ നമുക്കിത് ടോസ്റ്റ് ചെയ്തും കഴിക്കാവുന്നതാണ്, ഇല്ലെങ്കിൽ ഇങ്ങനെ തന്നെ കഴിക്കാം. എങ്ങനെ വേണമെങ്കിലും കഴിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റി സാൻഡ്വിച്ചാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ ഫുൾ കണ്ടതിന് ശേഷം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത് കേട്ടോ. അടുത്ത പ്രാവശ്യം നല്ലൊരു റെസിപ്പി ആയിട്ട് വരാം. ഓക്കെ, താങ്ക് യു.